ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ നാളെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പേ നമ്മൾ നടത്തണമെന്ന് വിചാരിച്ചെങ്കിലും പല സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം നമുക്കത് നീട്ടിവെക്കേണ്ടി വന്നു. അപ്പോൾ നാളെ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകൾ, പൊതുസ്ഥാപനങ്ങൾ എല്ലാവർക്കും കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെയും കൂടെ ഒരു സഹായത്തോടു കൂടി അവരുടെ ഓഫീസുകളുടെ ആയാലും സ്ഥാപനങ്ങളുടെ ആയാലും പരിസരങ്ങളെല്ലാം ശുചിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, നമ്മുടെ ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എല്ലാവരുടെയും, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, പിന്നെ പഞ്ചായത്തിലെ ജീവനക്കാർ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മുഴുവൻ പേരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് നാളെ രാവിലെ 9 മണിക്ക് നമ്മൾ കുളത്തൂപ്പുഴ മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു വീട് പോലും ഒഴിവാക്കാതെ എല്ലാ വീടുകളും അതിൻ്റെ പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ സാംക്രമിക രോഗങ്ങൾ, കൊതുകുകൾ മുഖേന വരുന്ന രോഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് നമ്മൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തി ഈ ഒരു പ്രവർത്തനം നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും, നിങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. പ്രദേശത്തുള്ള എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ബന്ധപ്പെട്ട ജനകീയ ക്യാമ്പയിനാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. ഇത് കേവലം ഒരു ദിവസമായി നടത്തി അവസാനിക്കുന്ന പ്രക്രിയയല്ല. ഇത് മഴക്കാലത്തിന് മുമ്പായിട്ട് തുടങ്ങുകയും മഴക്കാലം അവസാനിക്കുന്നത് വരെ തുടരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്രാവശ്യം 2 കാര്യങ്ങൾ അപ്രതീക്ഷിതമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും നടന്നതുകൊണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻപ് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്, മഴക്കാലം അപ്രതീക്ഷിതമായി ഇപ്രാവശ്യം വളരെ നേരത്തെ എത്തുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തനങ്ങൾ അല്പം താമസിച്ചതായി തോന്നുന്നത്. എന്തായാലും ശരി, ഇതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ മാസം അവസാനവും ഈ മാസം ആരംഭത്തിലൊക്കെ ജനകീയ തലത്തിൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന 2 അവലോകന യോഗങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചാർട്ട്, വാർഡ് തല ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വാർഡ് തല ആക്ഷൻ പ്ലാനുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിലൊരു ആക്ഷൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടൈം ടേബിൾ പഞ്ചായത്ത് ആരോഗ്യവകുപ്പും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറുകളിലെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ ജനകീയ ക്യാമ്പയിൻ എല്ലാ വാർഡുകളിലും നടക്കുകയാണ്, എല്ലാ ആളുകളെയും. അപ്പോൾ ഇതിൽ ഉദ്യോഗസ്ഥരെന്നോ അനുദ്യോഗസ്ഥരെന്നോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ കൊതുക് പെരുകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക, ചിരട്ടകളിലും മറ്റ് പാത്രങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുക, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ചപ്പുചവറുകൾ എവിടെയെങ്കിലും കൂടിക്കിടക്കുക. ഈ അവസ്ഥകളിലൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു ഇടപെടൽ അത് ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ, തദ്ദേശ ഭരണ വകുപ്പ് മാത്രമല്ല ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും അവരവരുടെ സ്ഥാപനങ്ങളും അതിൻ്റെ പരിസരവും ശുചിയാക്കാനും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ബഹുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഓരോ വീടുകളും, അത് നമ്മളാണ് ചെയ്യേണ്ടത്, ഓരോ വീടുകളും വീടിൻ്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചുമതല ഓരോ ആളുകൾക്ക്, ഓരോ പൗരന്മാരിലും നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചെയ്യണം. ഈ മഴക്കാലം നമ്മുടെ പ്രദേശത്ത് ഒരു രോഗം പകർച്ച ഉണ്ടാകാതെ ഇരിക്കാൻ, എല്ലാവരും സേഫായിട്ടിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതിനെല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം. ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യും. പഞ്ചായത്ത് തന്നെ അതൊക്കെ കോരി മാറ്റുകയോ മറ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അലക്ഷ്യമായിട്ട് റോഡുകളിലും മറ്റും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യും. തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ,
ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ അടക്കം, ആശാവർക്കർമാരടക്കം എല്ലാ വിഭാഗം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പയിൻ. ഓരോ വാർഡിലും ഇതിൻ്റെ നേതൃത്വം ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. മെമ്പറുടെ നേതൃത്വത്തിൽ അതത് വാർഡുകളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഈ ക്യാമ്പയിനുമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നാളെ ഇതെല്ലാ വാർഡിലും നാളെ നടക്കും. തുടർന്ന് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങൾ പടരാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്.